إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ ശുദ്ധീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനസ്സിന്റെ കരുത്തും ശാന്തിയും സ്വസ്ഥതയും സമാധാനവും എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ത് സംഭവിക്കുന്നതും മനുഷ്യന്റെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്ന, തകിടം മറിക്കുന്ന പ്രത്യേകമായ മേഖലകളിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം മനസ്സിനെപ്പോഴും സമാധാനം കിട്ടണം, മനസ്സിന് എന്തിനേയും ഉൾക്കൊള്ളാനുള്ള കരുത്തും വിശാലതയും നേടണം. ഈ ആഗ്രഹം എല്ലാ മനുഷ്യരും കൊണ്ടു നടക്കുകയാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫറോവയുടെ അടുക്കലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കുന്ന ഘട്ടത്തിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് റബ്ബിനോട് തേടാനുള്ള കാര്യങ്ങളിൽ പ്രാഥമിക സ്ഥാനം നൽകിയതും ഈ വിഷയത്തിന് തന്നെയാണ്. റബ്ബി ശ്റഹ് ലി സദ്രി, എന്റെ റബ്ബേ, എന്റെ മനസ്സിന് നീ വിശാലത നൽകണേ, എന്റെ മനസ്സിന് നീ എന്തും നേരിടാനുള്ള കരുത്ത് നൽകണേ. അതാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാത്തൊരു ഉത്തരവാദിത്തവും ദൗത്യവും ബാധ്യതയും ഏൽപ്പിക്കപ്പെട്ട നേരത്ത് ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മഹാനായ റബ്ബിനോട് തേടിയത്. ഇതൊരു വലിയ അനുഗ്രഹമാണ് എന്നതിന്റെ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന ഒരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ, സൂറത്തുൽ ഇൻശിറാഹ്. അതിന്റെ തുടക്കം തന്നെ നമുക്കെല്ലാം സുപരിചിതമായതുപോലെ അലം നശ്റഹ് ലക സദ്റക, താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ?
താങ്കളുടെ ഹൃദയത്തിന്, നെഞ്ചകത്തിന് നാം വിശാലത നൽകിയില്ലയോ? പരിശുദ്ധ ഖുർആൻ അതിലൂടെ വീണ്ടും പറയുകയാണ്, താങ്കളുടെ മുതുകിൽ എന്ന ഭാരങ്ങളെല്ലാം അവൻ ഇറക്കി വച്ചില്ലയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ പറഞ്ഞത്, മാനസികമായി എന്തും നേരിടാനുള്ള ഒരു പക്വതയും പാകതയും വിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായും താങ്കൾ നാം ആക്കിയില്ലേ എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ മനസ്സ് അതവന് ലഭ്യമായി കഴിഞ്ഞാൽ അവൻ വിജയം വരിച്ചു. അതിൽ പരാജയപ്പെടുമ്പോൾ മനുഷ്യന്റെ ജീവിതം വളരെ കുടുസായിരിക്കും. ഒന്നിനെയും നേരിടാൻ കരുത്തില്ലാതെ അവൻ പതറി വീഴും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒരു മുസ്ലിമിന് ഇസ്ലാമിലൂടെയാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവന്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം റബ്ബ് പ്രദാനം ചെയ്യും. അതേ അവസരത്തിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയും ബോധവും ഒക്കെ പോയിട്ടാണുള്ളതെങ്കിൽ ഒന്നിനെയും നേരിടാനാവാതെ അവന്റെ ഹൃദയം വല്ലാതെ കുരുങ്ങിപ്പോകും. അവർ വല്ലാത്ത വഴിപിഴവിലായിരിക്കും ആവദിക്കുക എന്ന വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 22-ാമത്തെ വചനം, അഫമൻ ശറഹല്ലാഹു സദറഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹി ഉലൈക ഫീ ദലാലിൻ മുബീൻ. അല്ലാഹു ആരുടെ ഹൃദയത്തിന് ഇസ്ലാമിലേക്ക് വിശാലത നൽകിയോ, ആരുടെ ഹൃദയത്തിന് ഇസ്ലാമിലേക്ക് വിശാലത നൽകപ്പെട്ടുവോ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തന്റെ രക്ഷിതാവ് നൽകിയിട്ടുള്ള നൂറിൽ തന്നെയാണ് അവൻ നിലകൊള്ളുന്നത്. അള്ളാന്റെ ഇസ്ലാമിന്റെ പ്രകാശം ഒരാളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നുപോയി. അവൻ മുസ്ലിമാണെന്ന് പേരുകൊണ്ട് പറയുക മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ ഇസ്ലാമുണ്ട്, അവന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട്, അവന്റെ വാക്കുകളിൽ, നോക്കുകളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, സ്വഭാവങ്ങളിൽ എല്ലാ രംഗത്തും ഈമാൻ തെളിഞ്ഞു നിന്നുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നല്ല നൂറ് റബ്ബിങ്കിൽ നിന്നുള്ള നൂറ് കടന്നാൽ അങ്ങനെയുള്ള മനുഷ്യൻ അവൻ സമമാകുമോ ഹൃദയം കടുത്തവനെ പോലെ? അവന്റെ ഹൃദയം കടുത്തവനെ പോലെ ഒരിക്കലുമാവില്ല. അവർക്കുള്ള ദുർഗുണം എന്താണ്? ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ഹൃദയം കടുത്തവരെന്ന് പറയുമ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അവരുടെ ഹൃദയത്തിലേക്ക് തൊട്ടു നീണ്ടിയിട്ടില്ല. അത് കാരണത്താൽ തന്നെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി. ഒന്നും നേരിടാനാകുന്നില്ല, ഒന്നും ഉൾക്കൊള്ളാനാകുന്നില്ല, ആരെയും ഉൾക്കൊള്ളാനുള്ള വിശാലതയില്ല, നേരിന്റെ മാർഗത്തിലേക്ക് അവന്റെ മനസ്സ് ചായുന്നില്ല. ഉലൈക ഫീ ദലാലിൻ മുബീൻ. അക്കൂട്ടർ അങ്ങേയറ്റത്തെ വളരെ വ്യക്തമായ വഴിപിഴവിൽ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ വിശാലത കിട്ടാൻ, നമ്മുടെ മനസ്സിന് എപ്പോഴും സ്വസ്ഥത കിട്ടാൻ, സമാധാനം കിട്ടാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. എപ്പോഴും മനുഷ്യന്റെ മനസ്സുകളിൽ ഇങ്ങനെ ഓരോന്നും ഉരുണ്ടുകൂടും. ഹമ്മ്, അതുപോലെ തന്നെ ഹസന്, ഗമ്മ്, മനക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ മനുഷ്യനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കും. പലതും മനസ്സിലേക്ക് കയറി വരും. ഒന്നും സഹിക്കാനുള്ള കരുത്തും ഉണ്ടാവില്ല. ഇത്തരം ഘട്ടങ്ങളിൽ എന്താ മനുഷ്യൻ വേണ്ടത്? റബ്ബിനോട് ആത്മാർത്ഥമായി കാവല് ചോദിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയി. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിനൽ ഹമ്മി, മനക്ലേശത്തിൽ നിന്ന്, വൽ ഹസനി, സങ്കടത്തിൽ നിന്നും. എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, എപ്പോഴും മനസ്സിന് ദുഃഖം പേറുന്ന ഒരു ദുരന്തം, ഒന്നും സഹിക്കാനാകുന്നില്ല, ടെൻഷനാണ്, ഉറക്കു വരുന്നില്ല, ഭക്ഷണത്തിന് രുചിയില്ല, ആരോടും മിണ്ടാട്ടമില്ല, മുഖത്ത് പ്രസന്നതയില്ല, സന്തോഷം കളിയാടുന്നില്ല, ജീവിതത്തിൽ മനസ്സിന് വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവപ്പെടുകയാണ്. എന്തു വേണം, എന്താണ് പരിഹാരം? ഒരാളും നിനക്ക് പരിഹാരം തരില്ല. ഒരു സൃഷ്ടിയുടെയും കാൽക്കൽ പോയി വീണതുകൊണ്ട് രക്ഷയില്ല, ഒരു കേന്ദ്രത്തിലും പോയി തേടിയതുകൊണ്ടും രക്ഷയില്ല. ഒരു അമ്മക്കും ഒരു ഉമ്മക്കും ഒരു ബാബക്കും ഒരു ബീവിക്കും നിന്നെ രക്ഷപ്പെടുത്താനാവില്ല. നിന്റെ മനക്ലേശത്തിന്റെ സങ്കടങ്ങൾ, ആ മനസ്സിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണോ ആ റബ്ബിനോട് വളരെ അവരിലേക്ക് മനസ്സ് നന്നായി അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് നീ തേടിക്കോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അത് മാത്രമാണ് വഴി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കാരത്തിലൂടെ ഏത് പ്രതിസന്ധിയെയും നേരിടാനാകുമെന്നാ പഠിപ്പിക്കുന്നത്. അവിടുന്ന് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ പല ഘട്ടങ്ങളിലും അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ട്, യാ ബിലാൽ അഖിമിസ്സലാ, ഇഖാമത്ത് വിളിക്കൂ ബിലാലേ, അരിഹ്നാ ബിഹാ, അത് മുഖേന നമുക്ക് ആശ്വാസം കിട്ടട്ടെ. നിസ്കാരത്തിൽ നിന്ന് നിസ്കാരത്തിലൂടെ ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിന് വല്ല കരുത്ത് കിട്ടുകയാണ്. ഏത് സങ്കടപ്പെട്ട മനസ്സോടെ നിസ്കാരത്തിന് പള്ളിയിൽ വന്നാലും അവൻ സ്വഫിൽ നിന്ന് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് കൈകെട്ടി നിസ്കരിച്ചു തീരുമ്പോഴേക്ക് മനസ്സിന് വല്ലാത്ത ആശ്വാസം കിട്ടിപ്പോയി, മനസ്സിന്റെ ടെൻഷനുകൾ അകന്നുപോയി, മനസ്സിന് വല്ലാത്തൊരു കുളിര് കിട്ടിപ്പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് നമുക്ക് കാണാം. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറുൻ, അവിടുത്തേക്ക് വല്ല പ്രതിസന്ധിയും മനക്ലേശങ്ങളും ബാധിക്കുന്ന ഘട്ടത്തിൽ സ്വല്ലാ, അവിടുന്ന് നിസ്കരിക്കുന്നു. തന്റെ റബ്ബുമായിട്ടുള്ള സ്വകാര്യമായ ആ ഭാഷണത്തിലൂടെ മനസ്സ് തണുക്കുകയാണ്, ആശ്വാസം കൈവരികയാണ്. പ്രത്യേകിച്ച് രാത്രി നിസ്കാരം അതിന് പ്രത്യേകമായി നൽകപ്പെട്ട ഒരു പരിഹാരമാണ്. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീലാ. സൂറത്തുൽ ഇൻസാനിലെ 26-ാമത്തെ ആയത്തിലുള്ള പഠിപ്പിക്കുന്നു, വമിനൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ആ രാത്രിയുടെ ഭാഗത്ത് ഫസ്ജുദ് ലഹു, ഞാൻ അതിന് വേണ്ടി സുജൂദിൽ വീഴൂ, വസബ്ബിഹു ലൈലൻ തവീലാ, സുദീർഘമായ രാത്രിയിൽ നീ അവന് വാഴ്ത്തിക്കൊണ്ടിരിക്കൂ. അപ്പൊ ഹൃദയ സാന്നിധ്യത്തോടെ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മളെ ടെൻഷനുകൾ അകലും. ഹൃദയ സാന്നിധ്യം വേണം. എന്താ ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുന്നത്, എന്താ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് പറയുന്നത്, ആ പറയുന്ന ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹുകൾ, ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തഹ്മീദുകൾ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തക്ബീറുകൾ, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദുആകൾ, ദിക്റുകൾ എല്ലാം എന്റെ ഹൃദയം പങ്കെടുക്കുന്ന നിലക്ക് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും അത് ഇല്ലാതാക്കി തീർക്കും എന്ന നിലക്ക് സൂറത്തുൽ ഹിജ്റിലെ 97, 98 രണ്ട് വചനങ്ങളിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പരിഹാരം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാ പരിഹാരം? എന്തിനുള്ള പരിഹാരമാ പഠിപ്പിച്ചു കൊടുത്തത്? കേട്ടോളൂ. വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. വലഖദ് നഅലമു, നബിയേ തീർച്ചയായും നാം മനസ്സിലാക്കുന്നുണ്ട്, അന്നക യദീഖു സദ്റുക, നിങ്ങളുടെ ഹൃദയത്തിന് വല്ലാത്ത വിഷമുണ്ടല്ലേ, നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലേ, നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടല്ലേ. എന്തിന്? ബിമാ യഖൂലൂന, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ആദർശത്തിന്റെ പ്രബോധനം ഇത്രത്തോളം ആത്മാർത്ഥമായി ഒരു ഭൗതികമായ നേട്ടവും പ്രതീക്ഷിക്കാതെ ഞാൻ ഈ ജനതയുടെ മുമ്പിൽ രാവും പകലുമില്ലാതെ പറഞ്ഞിട്ടും അവരെന്നെ ഉൾക്കൊള്ളുന്നില്ലല്ലോ, അവരെന്റെ മാർഗദർശനത്തിന്റെ പാതയിലേക്ക് വരുന്നില്ലല്ലോ, അവര് സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നുവല്ലോ. ഗുണകാംക്ഷ നിർഭരനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് ജനങ്ങൾ നരകത്തിലേക്ക് പോവുകയാണല്ലോ, അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ട് അവരെന്നിലേക്ക് കാതുകൊടുക്കുന്നില്ലല്ലോ എന്ന വിഷമം നിങ്ങൾക്കുണ്ട്. മാത്രമല്ല, നിങ്ങളെ അവർ പരിഹസിക്കുന്നുണ്ട്, ഇതിന്റെ പേരിൽ നിങ്ങളെ അവർ പീഡിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ അവർ പുച്ഛിക്കുന്നുണ്ട്, കുത്തുവാക്കുകൾ പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോ നിങ്ങളുടെ മനസ്സിന് വിഷമം തോന്നുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് പരിഹാരം നബിയേ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, താങ്കൾ താങ്കളുടെ രക്ഷിതാവിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊള്ളുക. തഹ്മീദ് അധികരിപ്പിക്കൂ നബിയെ, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അവനെ ധാരാളമായി പുകഴ്ത്തിക്കോളൂ നബിയെ. വകും മിനസ് സാജിദീൻ,
സുജൂദ് ചെയ്യുന്നവരിൽ താങ്കൾ ഉൾപ്പെടുക. സുജൂദ് ചെയ്തേക്കൂ നബിയെ, ധാരാളം സുജൂദ് ചെയ്യൂ. കാരണം എന്താ? ഒരടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന അവസരം ഏതാണെന്ന ചോദ്യത്തിനൊരു മറുപടിയാണ് നമുക്കുള്ളത്. ഈ സുജൂദിലാണ്. നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ, ആരുടെയും മുമ്പിൽ ലക്ഷങ്ങൾ തരാമെന്ന് ഓഫർ കിട്ടിയാലും, ആരുടെയും മുമ്പിൽ കുനിക്കാത്ത ഈ ശിരസ്, ഈ നെറ്റിത്തടം സർവലോക പരിപാലകനായ എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ നിലത്ത് വെക്കുകയുള്ളൂ എന്ന വാശിയുള്ള ആ ഒരു പ്രത്യേകമായ കർമ്മം അവക്കേറെ ഇഷ്ടമാണ്. അവന്റെ മുമ്പിൽ മാത്രമേ അതൊരു മുസ്ലിം ചെയ്യൂ. ആരുടെ മുമ്പിലും അത് ചെയ്യാൻ അവൻ കൂട്ടാക്കില്ല. അതവന്റെ വിശ്വാസത്തിന്റെ ദാർഢ്യതയാണ്. ആ നേരത്ത് റബ്ബ് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുന്ന നേരമാണ്. അതുകൊണ്ട് ഫഅക്സിറു ഫീഹി ദുആ, നിങ്ങൾ സുജൂദിൽ അല്ലാഹുവോട് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യണം, അധികരിപ്പിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അത് തന്നെയാണ് അവിടുന്ന് ഏത് പ്രയാസം വരുമ്പോഴും പറഞ്ഞിട്ടുള്ള മരുന്നും അത് തന്നെയാണ്. നന്നായി ദുആ ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, മനസ്സുരുകിക്കൊണ്ട് തേടുക. അവിടുന്ന് പറഞ്ഞു, മാ സാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ, ഏതൊരു അടിമക്കും മനക്ലേശമോ സങ്കടമോ ബാധിച്ചാൽ അവൻ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഈ പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞാൽ, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവന്റെ ദുഃഖവും മനക്ലേശവും ഒക്കെ അല്ലാഹു അങ്ങ് നീക്കിക്കളയാതിരിക്കില്ല. വഅബ്ദലഹു മകാനഹു ഫർഹാ വഅബ്ദലഹു മകാനഹു ഫറജാ, അവന്റെ വിഷമങ്ങളും പ്രതിസന്ധികൾക്കും പകരമായി കൊണ്ട് റബ്ബവന്റെ മനസ്സിൽ തുറസ് നൽകും, അതല്ലെങ്കിൽ സന്തോഷം നൽകും. ഖീല, ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ നതഅല്ലമുഹാ, ഞങ്ങളിത് പഠിക്കണ്ടേ? ഇത് ഞങ്ങൾ പഠിക്കണമല്ലോ എങ്കിൽ. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ, യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, കേട്ടവരെ മുഴുവനും അത് പഠിക്കൽ അനിവാര്യമാണ്. കേട്ടു പോയാ പോരാ, പഠിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എത്ര ഖുതുബകളിലൂടെ, എത്ര പ്രസംഗങ്ങളിലൂടെ ഈ ദുആ നമ്മളൊക്കെ കേട്ടു. എത്ര പേർക്കറിയാം, എത്ര പേർക്കറിയാം. എന്നിട്ട് പറയും, ടെൻഷനാണ്, സുഖല്ല, മനോവിഷമാണ്, ഉറക്ക് കിട്ടുന്നില്ല, പ്രയാസം പോകുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയുന്നില്ല, പ്രയാസം വേട്ടയാടാണ്, മനസ്സിന് ടെൻഷൻ വേട്ടയാടാണ്. എന്താ പരിഹാരം പറഞ്ഞ് ചികിത്സ ചെയ്യാൻ ഒരുക്കമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, നിനക്ക് വിഷമുണ്ടോ, പ്രയാസമുണ്ടോ? ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, അടിമയുടെ പുത്രനാണ്, അടിമയുടെ ദാസിയുടെ പുത്രനാണ്, നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലാണ്, എന്നിൽ നീയാണ് കാര്യങ്ങളൊക്കെ വിധിക്കുന്നത്, എന്റെ വിധി എന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, നീ എന്റെ കാര്യത്തിൽ എന്തൊന്ന് വിധിച്ചാലും അത് നീതി മാത്രമാണ്, എനിക്ക് പരിഭവമില്ല റബ്ബേ. അദ്ലുൻ ഫിയ ഖദാഉക, നിന്റെ തീരുമാനങ്ങളൊക്കെ എന്നിൽ നീതിപൂർവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് റബ്ബേ, നിന്റെ സർവ്വ നന്മകളായ ഏറ്റവും നല്ല നിന്റെ നാമങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. ഖുർആനോതി എന്റെ ടെൻഷനാണ് പോണം, ഇനി ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്താവണം. ഖുർആനിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഹൃദയവിശാലത. റബീഅ ഖൽബി വനൂറ സദ്രി, എന്റെ നെഞ്ചകത്തിന്റെ പ്രകാശം ഖുർആനാകണം. വജിലാഅ ഹുസ്നി, എന്റെ സങ്കടങ്ങളെ നീക്കിക്കളയുന്ന വസ്തുവാക്കണം ഈ ഖുർആനിനെ. വദഹാബ ഹമ്മി, എന്റെ മനക്ലേശങ്ങളെ നീക്കിക്കളയുന്ന നിലക്ക് ഖുർആനാകുന്ന ആ വലിയ പ്രകാശത്തെ നീ എന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചു തരണം. ഇതാര് തേടിയാലും അള്ളാഹു അവന്റെ സങ്കടങ്ങളെ നീക്കിയിട്ട് അവന് പകരം സന്തോഷവും അതുപോലെ തന്നെ അവന് ഹൃദയത്തിൽ വലിയ ഏറ്റവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യാതിരിക്കില്ല. ഇത് കേട്ടപ്പോഴാ സഹാബത്ത് ചോദിച്ചു, എന്നാ പിന്നെ ഇത് പഠിക്കണല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ കഴിയുന്നവര് പഠിച്ചാൽ മതി, അത്ര വലിയ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നല്ല പറഞ്ഞത്.
എന്തത്? അതെ, അനിവാര്യമാണ് സഹാബിമാരെ, അനിവാര്യമാണ്. ലിമൻ സമിഅഹാ, ഇത് കേട്ടവരൊക്കെ അൻ യതഅല്ലമഹാ, അതിനെ പഠിച്ചെടുക്കൽ അനിവാര്യമാകുന്നു. എത്ര കേട്ടാലും നമ്മൾ പഠിക്കാൻ തയ്യാറല്ല, അല്ലേ? എങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന തെറ്റുകൂടാതെ, അർത്ഥഭംഗം വരുന്ന നിലക്ക് ഉച്ചരിക്കാതെ വളരെ കൃത്യമായി പഠിച്ച് ഏത് വിഷമം വരുമ്പോഴും ഇതിലങ്ങ് അഭയം തേടിക്കോ. ഇതങ്ങ് റബ്ബിനോട് പറഞ്ഞോ, ശാന്തി കിട്ടും. അതാണ് ഇസ്ലാം പറഞ്ഞ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈമാനുള്ളവർക്ക് മുഴുവനും ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത് അല്ലാഹുവിനെ ഓർക്കേണ്ടിടത്തൊക്കെ ഓർക്കുമ്പോഴാണ്. അതിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരുകയുള്ളൂ. മഹാനായ റബ്ബുൽ ആലമീൻ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ മറുമരുന്ന് മറ്റൊന്നും നമുക്കില്ല. ആ ഹൃദയത്തിന്റെ കൺട്രോള് സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ കയ്യിൽ. അവനോട് പറയാ, അവനോട് സങ്കടം പറയാ, എന്തും നേരിടാനുള്ള ഒരു കരുത്തിന് വേണ്ടി മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുക. റബ്ബ് നമുക്ക് ഉത്തരം തരും, സമാധാനം തരും. ആ പ്രതീക്ഷയോടെ അല്ലാഹു പറഞ്ഞിട്ടുള്ള മാർഗങ്ങളിലേക്ക് നടന്നെടുക്കുക, അല്ല ഓടിയെടുക്കുക. റബ്ബ് നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് നമ്മെ അവൻ അനുഗ്രഹിക്കും. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആദരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനസ്സിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റുവാനുള്ള ധാരാളം മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട്, നബിയെ, ഞാൻ താങ്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതാണല്ലോ സ്വലാത്ത്, താങ്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ ധാരാളമായി അധികരിപ്പിക്കും എന്ന് അതിന്റെ വിവിധ രൂപത്തിൽ അങ്ങനെ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്കിൽ നിന്റെ മനക്ലേശങ്ങൾ പോകും, നിന്റെ മനോദുഃഖങ്ങൾക്കത് പരിഹാരമാണ്. സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ നിന്റെ പാപങ്ങൾക്കത് മോചനത്തിന് പരിഹാരമാണ്. സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത നാരിയ സ്വലാത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വലാത്തുകളോ അല്ല ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയങ്ങൾക്കൊരിക്കലും ഭംഗം വരാത്ത കൃത്യമായ തൗഹീദിൽ അധിഷ്ഠിതമായ നിലക്ക് അവിടുന്ന് പഠിപ്പിച്ച ആ രൂപത്തിൽ കൃത്യമായി ആര് നിർവഹിക്കുന്നുവോ അവനിത് പരിഹാരമാണ്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ ദിനം പ്രത്യേകം ഈ സ്വലാത്തിന് പുണ്യമുള്ള ദിവസമാണ്. എല്ലാ ദിവസങ്ങളിലും ഉള്ളതിനേക്കാൾ പ്രാധാന്യം വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നതിനുണ്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ അകലാനുള്ള ഒരു പരിഹാരമാണ്. മറ്റൊരു പരിഹാരം സഹോദരങ്ങളെ, മനസ്സിനെ പഠിപ്പിക്കണമെന്ന് അല്ലാഹ് എനിക്ക് നൽകിയതൊക്കെ തന്നെ എനിക്ക് മതിയായതാണ്. മനസ്സിന്റെ ടെൻഷൻ അകലാനുള്ള ഒരു പരിഹാരം അതാണ്. എന്റെ റബ്ബ് എനിക്ക് നൽകിയതിൽ എനിക്ക് സംതൃപ്തനാണ് ഞാൻ. എനിക്കെന്റെ റബ്ബ് വിധിച്ചതൊക്കെ നന്മയാണ്. നേരത്തെ ഞാൻ നമ്മുടേതായ പ്രാർത്ഥനയിൽ പറഞ്ഞില്ലേ, നിന്റെ വിധികളൊക്കെ എന്നിൽ നീതിപൂർവകമാണ് നടന്നിട്ടുള്ളത്. എനിക്കതിൽ പരവൊന്നുമില്ല, പരാതിയൊന്നുമില്ല. റബ്ബേ, നിന്നെക്കുറിച്ച് നീ എന്തേ എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് ഞാൻ ചോദിക്കൂല. കാരണം നീ എന്നെക്കുറിച്ച് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് എനിക്ക് ഇപ്പൊ തോന്നുന്നു എനിക്കത് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ എന്റെ ഭാവി അറിയാവുന്ന നീയല്ലേ വിധിച്ചത്. അതുകൊണ്ട് എനിക്ക് നല്ലതേ നീ വിധിക്കൂ എന്ന് എനിക്ക് ഉറപ്പാണ്. അതൊരു വല്ലാത്ത ആശ്വാസമാണ്. അതൊരു വല്ലാത്ത ആശ്വാസമാണ്. ആ ഒരു മനസ്സ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദുഃഖിക്കേണ്ടി വരില്ല.
മറിച്ച് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്നിങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെടുമ്പോ മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ അവന്റെ മനസ്സിൽ ഇങ്ങനെ കൂടുതൽ തോന്നും, ഞാൻ അവിടെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, അത് ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നു പോയത്, അത് പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ടെൻഷൻ കൂട്ടാനാണ് ശൈത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ വളരെ അത്യാവേശം കാണിച്ചുകൊണ്ട് മുന്നേറിക്കോ. വസ്തഇൻ ബില്ലാഹ്, അതിന്റെ വിജയത്തിന് വേണ്ടി നീ റബ്ബിനോട് സഹായം തേടിക്കോ. വലാ തഅജസ്, നീ ഒരിക്കലും അശക്തനായി മടിപിടിച്ചിരിക്കരുത്. വഇന്ന സാബക ശൈഉൻ, നിനക്ക് വല്ലതും ബാധിച്ചാൽ ഫലാ തഖുൽ, വല്ല മുസീബത്തും ബാധിച്ചാൽ ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത്. എന്ത് പറയരുത്? ലൗ അന്നീ ഫഅൽതു കാന കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെയാണല്ലോ വരിക, അങ്ങനെ ഞാൻ ചെയ്യാതെ പോയല്ലോ, അതല്ലേ എനിക്ക് പറ്റിപ്പോയത് എന്നോർത്തുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയണ്ട. വലാകിൻ, പക്ഷേ നീ എന്താ പറയേണ്ടത്? ഖുൽ ഖദറുല്ലാഹ്, ഖദറുല്ലാഹ്, അല്ലാഹുവിന്റെ ഖദർ, വമാ ശാഅ ഫഅൽ, അവനുദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു, അതല്ലാതെ എനിക്കതിലൊന്നും പങ്കില്ല, അതൊന്നും ഞാൻ വിഷമിക്കേണ്ടതില്ല. അതല്ലാതെ ഇങ്ങനെ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ, അതെപ്പോഴും നമ്മുടെ ഒരു മനസ്സിന്റെ അവസ്ഥയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പറയാം, അങ്ങനെ ചെയ്തിട്ടല്ലേ ഇപ്പൊ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അതുമ്മ തന്നെ ടെൻഷൻ അടിച്ച് നടക്കും. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അങ്ങനെ നീ ചിന്തിക്കരുത്, അല്ലാഹ് തീരുമാനിച്ചു അത് നടക്കും. ഫൈനല്ലൗ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള ഈ ലൗ എന്ന പ്രയോഗമുണ്ടല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ എന്ന പ്രയോഗം തഫ്തഹു അമല ശൈത്താൻ, നിന്നിൽ ശൈത്താനിന്റെ പണിക്ക് എളുപ്പമാക്കും. ശൈത്താൻ നിന്റെ മനസ്സിൽ വല്ലാതെ പണിയെടുക്കാൻ നിന്റെ ഈ ചിന്ത അതിന് കാരണമാകും, അത് എളുപ്പമാക്കി തീർക്കും, അവന്റെ പണി എളുപ്പാക്കും നിന്നിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടാകരുത് എന്നാണ്. എപ്പോഴും നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഒരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം പറ്റിയാൽ അല്ലാഹുവിന്റെ ഒരു തീരുമാനമാണ്, അതിൽ സംതൃപ്തി അടയണം. അങ്ങനെ മനുഷ്യന്റെ മനസ്സിന് അടക്കം കൊടുക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇസ്ലാം പറഞ്ഞു, സൽസ്വഭാവത്തോടെ നീ ആളുകളോട് വർത്തിച്ചു നോക്ക്, നിന്റെ ടെൻഷൻ അകലും. ആളുകളെ കാണുമ്പോൾ ഒരു മുഖപ്രസന്നത, ഒരു പുഞ്ചിരി, ഒരു മനസ്സിന്റെ ഒരു വിശാലതയാണ്. അതുപോലെ തന്നെ ആളുകളോടുള്ള നല്ല പെരുമാറ്റം, സഹജീവികളോടുള്ള കാരുണ്യം, അനാഥകളോട്, കഷ്ടപ്പെടുന്നവരോട്, അഗതികളോട്, വിധവകളോട് അവരുടേതായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആവുന്നത് ചെയ്യൽ, വിദ്വേഷവും അസൂയയിൽ നിന്നും മുക്തമായ ഒരു മനസ്സ്, ആളുകളോട് വിട്ടുവീഴ്ചയും മാപ്പരുളലും എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു നല്ല വിശാലമായ മനസ്സ്, ഇതൊക്കെ നിനക്ക് സമാധാനമാണ് പ്രദാനം ചെയ്യുക. അതിലൊക്കെ പുറമേ എപ്പോഴും കുറ്റങ്ങൾ ഓർത്തുകൊണ്ടിങ്ങനെ അള്ളാന്റെ മുമ്പിൽ കരയണം. മനസ്സിന്റെ ടെൻഷൻ അങ്ങനെ അകന്നു പോകും. റബ്ബിനോടെല്ലാം പറഞ്ഞിട്ട് കരയാ. നമ്മളുണ്ടല്ലോ, ഒരാളോട് വിഷമങ്ങൾ പറഞ്ഞ് കരയുമ്പോ പറയും, ഒരുപാട് ഭാരം ഒഴിഞ്ഞപ്പോ എനിക്ക്, പക്ഷേ അതും ദുർബലനായ ഒരു മനുഷ്യനോടാ പറഞ്ഞത്, അയാൾക്കത് പരിഹരിക്കാൻ കഴിയില്ല. എല്ലാം പരിഹരിക്കാൻ കഴിയാവുന്ന നാഥനോട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയൂ സഹോദര. ഭാരങ്ങൾ ഒഴിയട്ടെ, ടെൻഷൻ ഒഴിയട്ടെ. അതിലൂടെ നാളെ പരലോകത്ത് നരക വിമോചനം കൂടി കിട്ടാനുണ്ട്. രണ്ട് തരം കണ്ണുകൾ, ആ കണ്ണുകൾ നരകത്തെ സ്പർശിക്കുന്നതല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുകള്, ആ കണ്ണുകളെ നരകത്തെ സ്പർശിക്കൂല. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി കാവൽ നിന്നുകൊണ്ട് ഉറക്കമിളച്ച കണ്ണുകൾ, ആ കണ്ണുകളൊന്നും നരകത്തെ സ്പർശിക്കൂല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മാനസികമായ പ്രയാസവും വിഷമങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതുണ്ടാകുമ്പോ ശിർക്കിലേക്ക് പോകാതെ, റബ്ബല്ലാത്തവരുടെ കാൽക്കൽ പോയി വീഴാതെ, ആരോടും മുമ്പിൽ ആ രൂപത്തിലുള്ള അർത്ഥനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ബലിയും സമർപ്പിക്കാതെ സർവ്വലോക പരിപാലകനായ റബ്ബിലേക്ക് മനസ്സങ്ങ് തിരിച്ചുവെച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞാൽ അവൻ ശാന്തി തരും. ആ ശാന്തി അവൻ നൽകുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ കൂടിയാണ്. ആ ഒരു ജീവിതവും കൂടി ഒരുമിപ്പിച്ച് നമ്മൾ കൊണ്ടുപോയാൽ ഹൃദയത്തിന്റെ വിശാലത കിട്ടും. അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനസ്സിന്റെ എല്ലാ കുരുക്കുകളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും
റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم احفظ دولة الامارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.